എല്ലാവരുടെയും ഇഷ്ടവിഭവമായ തൈരുമുളക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പച്ചമുളകിൽ ഒരു കീറലിടണം. 1/2 ഇഞ്ച് നീളത്തിലുള്ള കീറൽ മതി. അതിനുശേഷം ഉപ്പും തൈരുമാണ് വേണ്ടത്. തൈരിൽ ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ഭരണിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് കീറിയ മുളക് ഇടാം. കീറുമ്പോൾ രണ്ടറ്റവും തുളഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു സൈഡിൽ മാത്രം ചെറിയൊരു കീറലും മതി. ഇനി നന്നായി ഇളക്കാം. നന്നായി എല്ലായിടത്തും തൈര് പുരണ്ടതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈരുമുളക് വാങ്ങിക്കുന്നത് പോലെയല്ല, നല്ല രുചിയുണ്ടാവും. വാങ്ങിക്കുന്ന തൈരുമുളകിന് ഉപ്പും എരിവും മാത്രമേ ഉണ്ടാവുള്ളൂ, ഒട്ടും രുചി ഉണ്ടാവില്ല. ഇത് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അതിൻ്റെ പച്ച നിറം മാറുന്നതാണ് കണക്ക്. ഇപ്പോൾ ഇത് വെയിലത്തിടാറായിട്ടുണ്ട്. നമുക്കിത് വെയിലത്തേക്ക് ഇടണം. അതിനുശേഷം അതിൽ കുറച്ച് തൈര് ബാക്കിയുണ്ടാവും. ഈ തൈരിലേക്ക് ഉണങ്ങിയ മുളക് പിന്നെയും ഇടണം. ഈ പ്രോസസ്സ് തൈര് തീരുന്നത് വരെ നമ്മൾ ചെയ്യണം. 2-3 ദിവസം കൊണ്ട് തന്നെ തീരും, ഏറിയാൽ 4 ദിവസം. ഓരോ ദിവസവും നന്നായി ഇളക്കി വേണം വയ്ക്കാൻ. ഇതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്കൊന്ന് വെയിലത്തിടാം. അപ്പോൾ അതിൻ്റെ ഈർപ്പം ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് മാറും. പിന്നീട് നമുക്കൊരു പായയിലിട്ട് നമുക്ക് ഉണക്കാം. ഇത് തഴപ്പായാണ്, നന്നായി ഉണക്കാം. ഒരാഴ്ചയോളം ഇട്ട് ഉണക്കണം. ഇത് നമുക്ക് 1 വർഷം വരെ സൂക്ഷിക്കാം. ഇടയ്ക്കൊന്ന് വെയിലത്തിട്ട് ചൂടാക്കി വെച്ചാൽ മതിയാകും. ഇത് ചക്കപ്പുഴുക്കിൻ്റെയും തൈര് സാദത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ വളരെ രുചികരമാണ്. ആദ്യം കുറച്ച് മുളകൊന്ന് ചെയ്ത് നോക്കും. ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല.